ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ അത് നമ്മളുടെ പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ റമദാൻ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും പൊരിച്ച പത്തിരി നോമ്പ് തുറക്ക് അപ്പോൾ വിളമ്പാമെന്ന് വെച്ചിട്ടാണ് നമ്മളിതൊന്നും ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ എങ്ങനെയാവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതേ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് 1.5 കപ്പ് തിളച്ച വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടിയൊന്ന് ഞാൻ മിക്സ് ചെയ്ത് എടുത്ത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം 20 മിനിറ്റ് ഞാനിതൊന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. അത് കൂടെ നന്നായിട്ടൊന്ന് കറിലിട്ട് ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഴച്ച് കൊടുക്കുമ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഞാൻ ഈ ഒരു പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കുഴച്ച് അതൊരു ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബേക്കിംഗ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നല്ല ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഇതൊന്ന് അമർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ പരത്തിയിട്ടില്ല, നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇത് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ ഓയിലൊക്കെ വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മളുടെ ഈ ഒരു പൊരിച്ച പത്തിരി സക്സസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ടെൻഷൻ അടിച്ച പോലൊന്നും ഉണ്ടായില്ല, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ബീഫ് കറി വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബീഫ് കറിയും കൂടെ എല്ലാവർക്കും വിളമ്പിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു പൊരിച്ച പത്തിരി പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയാണ്. നല്ല ഒരുപാട് മൊരിയുന്നേക്കാളും നല്ലത് ഒരു 3/4 മൊരിയുമ്പോൾ തന്നെ നമ്മളിതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് നമുക്ക് ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും ഏതാവും എന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ഈ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഈ പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്കിത് മറ്റേ പത്തൽ പൊടി കൊണ്ടൊക്കെ ആൾക്കാർ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.